ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഞണ്ട് കറിയാണ്. 1.5 കിലോ ഞണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മുളക്, ഒരു വലിയ തക്കാളി, 4 സവാള അരിഞ്ഞത്. ഗ്യാസ് ഓണാക്കി പാൻ വെച്ചു. പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നീളത്തിലരിഞ്ഞ വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞ ഇഞ്ചിയും ചേർത്ത് കൊടുക്കും. നീളത്തിലരിയണമെന്നൊന്നുമില്ല, ഞാൻ അങ്ങനെ അരിഞ്ഞു, അതുകൊണ്ടാണ്. പിന്നെ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നു. അത് നന്നായിട്ട് ഇളക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കരുതി വെച്ചിരിക്കുന്ന കറിവേപ്പിലയും 4 സവാള അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നു. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നു. അതിന് ശേഷം മൂടി വെച്ച് അടച്ചു വെക്കുന്നു. അതിന് ശേഷം അത് തുറന്ന് നോക്കുമ്പോൾ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ടാവും. അതിലേക്ക് 1 സ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുത്ത് ഇളക്കുന്നു. അതിനൊപ്പം തന്നെ മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം 3 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത് തക്കാളി ഇട്ടിട്ട് ഇളക്കി മൂടി അടച്ചു വെച്ച് അതിന് ശേഷം ഓപ്പൺ ചെയ്ത് അതിനകത്ത് നമ്മളുടെ ഞണ്ടിട്ട് കൊടുക്കുന്നു. വീണ്ടും അടച്ചു വെക്കുന്നു. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ 2 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് 1 പാൽ ഒഴിച്ചു കൊടുക്കുന്നു. ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ 1 സ്പൂണ് ഗരം മസാലപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, അതോടൊപ്പം ഒരല്പം കസ്തൂരി മേത്തിയോടെ ചേർക്കുമ്പോൾ നമ്മുടെ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം പച്ച വെളിച്ചെണ്ണയോടെ ഒഴിച്ച് കഴിയുമ്പോൾ ടേസ്റ്റിയായ ഞണ്ട് കറി റെഡി.